ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതാ സന്നിധാനത്ത് SITയുടെ നിർണായക പരിശോധന. സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിലിന്റെയും പ്രഭാമണ്ഡലത്തിന്റെയും അളവടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും SITക്കൊപ്പമുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിരീക്ഷണത്തിലുള്ള 5 പേരിൽ ഉന്നതരുമുണ്ട് എന്നതാണ് നിഗമനം. അതിനിടെ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ഹരിമോഹൻ ആണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഹരി, പരിശോധന ഏത് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു, എത്രത്തോളം നിർണായകമാണ്? മാത്രമല്ല റഡാറിലുള്ള ഉന്നതർ അവരെ കൂടി വലയിലാക്കാനാണ് SITയുടെ നീക്കമെന്ന് അറിയാൻ കഴിയുന്നു അല്ലേ? വിനിത, തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് SIT കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 5 പേർ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ദ്വാരപാലക കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസിൽ 2 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് സംശയ നിഴലിലാണ്. അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു. കൂടുതൽ പരിശോധന അക്കാര്യങ്ങളിൽ നടന്നു വരികയാണ്. അതിൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 5 പേരിൽ 3 പേരെങ്കിലും ഉന്നതരാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അധികാരസ്ഥാനത്തിരുന്ന ആളുകളാണ് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ അറസ്റ്റ് ഫെബ്രുവരി 9 മുമ്പ്, അടുത്ത അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇടക്കാല ഉത്തരവ് വന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം ഒരു അനുമതിയായിരുന്നു. അതായത് ഇന്ന് സന്നിധാനത്തെത്തിക്കൊണ്ട് സ്ട്രോങ് റൂം പരിശോധന നടത്താൻ SITക്ക് അനുമതി നൽകിക്കൊണ്ടായിരുന്നു ഇന്നലെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന്റെ ഭാഗമായി SITയുടെ ഒരു ടീം അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരന്റെ നേതൃത്വത്തിൽ ഇന്ന് സന്നിധാനത്തെത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കൊണ്ട് ഈ പഴയ വാതിലടക്കമുള്ളവ പരിശോധിച്ച് അതിന്റെ വിസ്തൃതി അടക്കമുള്ളവ ശേഖരിച്ച് അത് തെളിവായി രേഖപ്പെടുത്തി തുടർന്ന് VSSക്ക് കൈമാറുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. വിനീത, ശരി, പരിശോധന ഏതായാലും തുടരുകയാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.